ഭാരതീയ സ്വർണ്ണ വിപണിയിൽ വൻ മാറ്റത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാരും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇനി മുതൽ പുതിയ സോൾ ടാഗ് വരുന്നു. മലയാളികളുടെ കൈവശമുള്ള സ്വർണ്ണത്തെ പുതിയ പരിഷ്കരണം എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകൾ നടക്കുകയാണ്. സ്വർണത്തിനിപ്പോൾ എന്താ വില? ഒരു രക്ഷയുമില്ല. വലിയ തോതിൽ വില ചാഞ്ചാടി നിൽക്കുകയാണ്. അതിനാൽ തന്നെ വില കുറയുന്നത് നോക്കി ഉപഭോക്താക്കൾ മാക്സിമം സ്വർണം വാങ്ങുന്ന രീതി ഇന്നുണ്ട്. കയ്യിലുള്ള പഴയ സ്വർണം വിൽക്കാതെയും ഇന്ന് ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. ഉത്സവകാലം അടുക്കുന്നതോടെ സ്വർണ്ണ വ്യാപാരം ഇനിയും കുതിക്കുമെന്ന് തന്നെയാണ് വ്യാപാരികളും കരുതുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഭാരതീയ സ്വർണ്ണ വിപണിയിൽ വമ്പൻ മാറ്റത്തിനൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇനി മുതൽ പുതിയ സോൾ ടാഗ് വരുന്നു എന്ന് തന്നെയാണ് അതിലെ പ്രധാന മാറ്റം. അതായത് ജ്വല്ലറികളിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് എത്തുന്ന ഓരോ സ്വർണ്ണാഭരണത്തിന്റെയും HUID കോഡ് കേന്ദ്ര ഡാറ്റാബേസിൽ വിറ്റഴിക്കപ്പെട്ടു എന്ന് ടാഗ് ചെയ്യുന്ന പദ്ധതിയാണ് ഇനി കൊണ്ടുവരുന്നത്. അതിനാണ് സോൾഡ് ടാഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് മോഷ്ടിക്കപ്പെടുന്ന സ്വർണത്തിന്റെ പുനർവിൽപ്പന തടയുക, വ്യാജ ഹോൾമാർക്കിംഗ് പൂർണ്ണമായി ഇല്ലാതാക്കുക, പഴയ സ്വർണം മാറ്റിയെടുക്കൽ പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുക എന്നീ രീതികളാണ്. ഇനിയെല്ലാം പുതിയ രീതിയിൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാനും ലക്ഷ്യമുണ്ട്. പുതിയ നിയമങ്ങൾ നിങ്ങളുടെ സ്വർണത്തെ വലിയ തരത്തിൽ ബാധിക്കുമെന്നും മനസ്സിലാക്കണം. അതായത് കേന്ദ്രത്തിന്റെ വമ്പൻ നീക്കം ഹോൾമാർക്കിങ്ങിനും HUIDക്കും ശേഷം കേന്ദ്ര സർക്കാർ സ്വർണത്തിൽ നടത്തുന്ന വലിയ ഇടപെടലായിട്ടാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, നിലവിൽ സ്വർണത്തിന് 6 അക്ക HUID കോഡ് ഉണ്ടെങ്കിലും കടകളിൽ നിന്നും സ്വർണം വിറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ആരുടെ കയ്യിലാണെന്ന് സർക്കാരിന് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ലാത്ത ഒരു അവസ്ഥയുമുണ്ട്. പുതിയ നീക്കം വരുന്നതിലൂടെ കൃത്യമായി സ്വർണം ആരുടെ കയ്യിലാണുള്ളതെന്ന് അറിയാനും സാധിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും ഫോണൊക്കെ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ട്രാക്ക് ID വെച്ച് പരിശോധിക്കുന്നത് പോലെ ഇനി സ്വർണത്തിലും എളുപ്പമാകും. നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ തന്നെ ജ്വല്ലറികൾ ആ ആഭരണത്തിന്റെ HUID കോഡ് കേന്ദ്ര ഡാറ്റാബേസിൽ സോൾഡ് എന്ന ടാഗോടുകൂടി ചേർക്കുകയാണ് ഇതിലൂടെയുള്ള ആദ്യ മാറ്റം. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നും സ്വർണം നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ പോലും നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. അങ്ങനെ പോർട്ടലിൽ ആ ആഭരണത്തിന്റെ സ്റ്റാറ്റസ് മോഷ്ടിച്ചുവെന്നോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുവോ എന്നും രേഖപ്പെടുത്തും. അങ്ങനെ ആ സ്വർണം മോഷ്ടാവ് വിൽക്കാനോ മാറ്റിയെടുക്കാനോ ശ്രമിച്ചാൽ ജ്വല്ലറികളിലെ സ്കാനിങ്ങിൽ അത് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് ഉടൻ തന്നെ കണ്ടെത്താനും സാധിക്കും. അതിലൂടെ പഴയ സ്വർണം നൽകി പുതിയത് വാങ്ങാൻ ചെല്ലുമ്പോൾ ജ്വല്ലറികൾ ഈ HUID സ്കാൻ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമാകും. ഡാറ്റാബേസിലെ വിവരങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും തുടർന്നുള്ള നടപടികളും ഉണ്ടാകുക. പ്രത്യേകിച്ച് മലയാളികൾക്കായിരിക്കാം ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എന്ന് വ്യാപാരികളും സ്വർണ്ണാഭരണ വിദഗ്ധരും പറയുന്നു. ഇന്ന് പൊന്ന് വലിയ തോതിൽ വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് മലയാളികളാണ്. അതിനാൽ സ്വർണം മോഷണം പോയാൽ അത് രാജ്യത്ത് എവിടെയും വിൽക്കാൻ കള്ളന്മാർക്ക് സാധിക്കില്ല എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ പഴയ പേപ്പർ ബില്ലുകൾ നിർബന്ധമല്ല എന്നതും മറ്റൊരു കാര്യം. വിവരങ്ങൾ ഡിജിറ്റലായി പരിശോധിക്കാൻ ഇനി സാധിക്കും. ഇനി ഇത് വലിയ ജ്വല്ലറികളിൽ മാത്രമല്ല, ചെറിയ ജ്വല്ലറികളിലും ബാധകമാണ്. അതിനായി നിങ്ങൾ കൃത്യമായി സ്വർണം വാങ്ങുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ തെറ്റാതെ നൽകുകയും അത് ലിങ്ക് ചെയ്യുകയും വേണം. ഭാവിയിൽ സ്വർണം മാറ്റിയെടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഇത് വലിയ ഉപകാരപ്രദമായി മാറും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.